മാലിന്യങ്ങളുടെയും ശുചിത്വമില്ലായ്മയുടെയും ഇന്ത്യ എന്ന് ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങൾ നമ്മെ തന്നെ പരിഹസിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാൾസ് രാജകുമാരന്റെയും എലിസബത്ത് രാജ്ഞിയുടെയും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ സ്വന്തം പൗരന്മാർ എന്തു ചെയ്യുകയായിരുന്നു? അവർ പൊതുനിരത്തിൽ നമ്മെപ്പോലെ തന്നെ പരസ്യമായി മൂത്രമൊഴിക്കുകയായിരുന്നു. ഇന്ത്യക്കാരുടെ മൂത്രത്തെപ്പോലെ ഇവരുടെ മൂത്രവും ചാലുകളായി പാമ്പുകളെപ്പോലെ ഒഴുകും. ഇന്ത്യക്കാരുടെ മൂത്രത്തെപ്പോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ മൂത്രവും സാംക്രമിക വൈയായികകൾ ഉണ്ടാക്കും. ഇന്ത്യയിലെ ചപ്പുചവറുകൾ പോലെ തന്നെയാണ് ബ്രിട്ടനിലെയും ചവറുകൾ. ഇന്ത്യയിൽ നിന്നുള്ള ഒരേയൊരു വ്യത്യാസം ലഹരിമൂത്ത ബ്രിട്ടീഷുകാരിൽ ചിലർ പൊതുനിരത്തിലെ മാലിന്യങ്ങൾക്ക് മുകളിലും ഇണചേരും എന്നതാണ്. ഇന്ത്യക്കാരെയും കേരളീയരെയും പോലെ തന്നെ ബ്രിട്ടീഷുകാരും തെരുവിൽ മദ്യപിച്ച് വാളുവെക്കുന്നവരാണ്. വാളുവെച്ചതിന് ശേഷം ചവറുതൊട്ടിയിൽ തലചായ്ച്ച് പാമ്പുകളാവാനും ഇംഗ്ലണ്ടുകാർക്ക് മടിയില്ല. ബ്രിട്ടീഷുകാരിൽ ചിലർ ദുഃഖം പങ്കുവെക്കുന്നത് മറ്റുള്ളവർ റോഡിൽ ഛർദ്ദിച്ചിട്ട ഛർദിയിൽ ഇരുന്നുകൊണ്ടാണ്. കഴിച്ച ഭക്ഷണം റോഡിൽ വലിച്ചെറിഞ്ഞ് തലകുമ്പിട്ടിരിക്കൽ, എലികൾ പായുന്ന തെരുവിൽ മുട്ടിലിഴഞ്ഞ് കാമുകിയെ ഉമ്മവയ്ക്കൽ, ബീഫ് കടയ്ക്ക് മുമ്പിൽ ഛർദ്ദിച്ച് അർമാദിക്കൽ എന്നിങ്ങനെ ഇംഗ്ലണ്ടിന്റെ സൂര്യനസ്തമിക്കാത്ത വൃത്തിയുടെ ഓക്കാനഗന്ധം പടരുന്നു. എന്നിട്ടും ഇന്ത്യക്ക് ശുചിത്വമില്ല എന്ന് പറഞ്ഞ് കോമൺവെൽത്ത് ഗെയിംസിന് വരാത്ത ബ്രിട്ടീഷ് താരങ്ങളെ നമ്മൾ പുകഴ്ത്തുന്നു. വിദേശികളിൽ നല്ലവരെ മാത്രം കണ്ട് ഇന്ത്യയിലെ തിന്മകളെക്കുറിച്ച് മാത്രം എഴുതുന്ന നിങ്ങളുടെ മാധ്യമപ്രവർത്തകർക്ക് കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ലണ്ടനിലെ റോച്ചസ്റ്ററിൽ നിന്ന് ഈ ചിത്രങ്ങൾ അയച്ചു തന്ന ഒരു പാവം മലയാളിക്കൊപ്പം കേരളത്തിൽ നിന്ന് MS ബനേഷ്.